ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ ഒത്തിരി സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്താൽ തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ ഒരു നാടൻ വഴുതിരിങ്ങ പഴുത്തത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ വഴുതിരിങ്ങ ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒരു ഇത് നമ്മളിങ്ങനെ ഇതുപോലെ പഴുക്കാനായിട്ട് നമ്മൾ വെക്കാറുണ്ട്. കാരണം നമ്മൾ വിത്തിനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്ത് സൂക്ഷിക്കുമ്പോൾ അതിലൊരു വിത്ത് പോലും വേസ്റ്റ് ആവാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗം ഇതുപോലെ ആ സീഡുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു വെള്ളത്തിലാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ എടുക്കുക. ഈ ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് തക്കാളി ആണെന്നുണ്ടെങ്കിലും അതുപോലെ പച്ചമുളക്, വെണ്ടയ്ക്ക ഒക്കെ നമ്മൾ അതിൻ്റെ വിത്ത് എടുത്ത് വെക്കുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. നല്ലോണം വെണ്ടയ്ക്ക പിന്നെ നമ്മൾ നല്ലോണം മരത്തിൽ തന്നെ ആ ഒരു ചെടിയിൽ തന്നെ ഇരുന്നിട്ട് അത് നല്ലോണം ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ എപ്പോഴും എടുത്ത് വെക്കുക. പക്ഷെ വഴുതിരിങ്ങയും തക്കാളിയും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ഈ ഒരു രീതിയിലാക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി കൈകൊണ്ട് ഞരടി കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ആ സീഡെല്ലാം തന്നെ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ ഒന്നിങ്ങനെ അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ട് നമ്മളൊന്ന് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കാം കേട്ടോ. കുറച്ച് സമയം ഒന്ന് ഉണക്കിയെടുക്കുമ്പോഴേക്കും ഇതുപോലെ അതിൻ്റെ നനവെല്ലാം തന്നെ പോയി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് നമ്മൾ ചാരം ഉണ്ടല്ലോ, നമ്മൾ വിറകടുപ്പൊക്കെ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ചാരം ഉണ്ടാവുമല്ലോ, അതൊന്ന് കുറച്ച് ചാരം നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ആക്കിയിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കാനാണെങ്കിലും നമുക്ക് ചെടിയിൽ ഏതെങ്കിലും ചെടിച്ചട്ടിയിൽ ഇത് പാകി കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ഒരെണ്ണം പോലും വേസ്റ്റ് ആവാതെ നമുക്കത് മുളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഏത് വിത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെമ്മീനൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ചെമ്മീൻ ഇപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ചെമ്മീൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിനകത്തുള്ള ഒരു അഴുക്ക് കളയലാണ് ചെമ്മീൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള പണി. അതിൻ്റെ പുറന്തോട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പെട്ടെന്ന് എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ മോൾ ഭാഗത്തും അടിഭാഗത്തും നമുക്ക് ഇങ്ങനെ ഒരു കറുപ്പ് നാര് പോലെ ഉണ്ടാവും. അത് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് ആ ഒരു പോർഷൻ ഫുള്ളായി ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് നീക്കി എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള കറുപ്പ് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതിയിൽ നിന്ന് ആ ഒരു ഇത് പൊട്ടിപ്പോകും. അപ്പോൾ ഇത് ഫുള്ളായി ഇതുപോലൊന്ന് വരഞ്ഞെടുത്തിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പോലും വേസ്റ്റ് നമുക്ക് ഈ ഒരു ചെമ്മീനിൽ നിൽക്കാതെ ഫുള്ളായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് വേസ്റ്റ് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഇതിൽ ഇങ്ങനെ എല്ലാ ഭാഗവും ഇതുപോലൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീൻ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെമ്മീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു വേസ്റ്റ്, അതിനകത്തുള്ള ആ ഒരു വേസ്റ്റ് നമ്മൾ എന്തായാലും എടുത്തിട്ട് വേണം നമ്മൾ ചെമ്മീൻ കഴുകാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 വട്ടമൊക്കെ നല്ലോണം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണോളം തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറോളമൊക്കെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു ചെമ്മീനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എപ്പോഴും എന്തും ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പാത്രം ചൂടായതിന് ശേഷം എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ അതിൻ്റെ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കിയിട്ടുള്ള ഈ 1 കിലോ ചെമ്മീനും ഫുള്ളായി തന്നെ നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കിയിട്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ശരിക്കും ഒരു വലിയൊരു സവോള തന്നെ കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ടാണ്. അതുപോലെ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, നോർമലായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നതെന്ന് വെച്ച് നമുക്ക് പെട്ടെന്ന് കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതിനുശേഷം നമ്മളിതിവിടെ ഒരു 3 പച്ചമുളക്, വലിയ പച്ചമുളകാണ് കേട്ടോ, അത് കൊത്തി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 തക്കാളി ഇതുപോലെ കുഞ്ഞതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് പുതിന ഇല, അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും ഞാനൊരു ചെറിയൊരു ശരിക്കും ടീസ്പൂൺ അളവിൽ പറയുകയാണെങ്കിൽ 1/4 ടീസ്പൂണോളം തന്നെ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതിവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഐസ് ക്യൂബിലാക്കിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, 1 ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫിഷ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിഷ് മസാലയും 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചപ്പൊടിയുടെ ആ ഒരു മണം എല്ലാം പോയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം, അതൊരു അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസോളം വെള്ളവും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്മീൻ ഉണ്ടല്ലോ, ചെമ്മീൻ നല്ലോണം ഫ്രൈ ചെയ്യണമെന്നില്ല കേട്ടോ. ഒന്ന് പകുതി ശരിക്കും നല്ലോണം ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് സോയാ സോസ്, അതായത് ഡാർക്ക് സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചെമ്മീനിന് കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഡിസ്പോസിബിളിൻ്റെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപയോഗിക്കാത്ത വല്ല പഴയ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് നിലക്കടല ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്പൂണിൽ 1 സ്പൂണോളം തന്നെ സിമൻറ്റ്, നമ്മൾ വീടൊക്കെ തേക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സിമൻറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു ടീസ്പൂണിൽ ഫുള്ളായിട്ട് ഈ കടലയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നല്ലെണ്ണ ഒരുപാട് ഒഴിക്കേണ്ട, വളരെ കുറച്ച് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ ഇതുപോലെ ഗ്ലൗസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. സിമെൻറ്റ് ചിലപ്പോൾ കയ്യിലായിക്കഴിഞ്ഞാൽ വല്ല അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ഇതുപോലെ കവർ, ഇപ്പോൾ ഗ്ലൗസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കവർ എന്തെങ്കിലും കയ്യിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു കൂട്ടുണ്ടല്ലോ, ഈ ഒരു കൂട്ട് നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെയാണോ പെരിച്ചാഴിയുടെ ശല്യം ഉള്ളത് ആ ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കാം. മിക്ക വീടുകളിലും വീട്ടിനകത്തൊക്കെ വരാറുണ്ട് എലിയും പെരിച്ചാഴിയും. എലിയായിരിക്കും കൂടുതലായിട്ട് വരിക. പെരിച്ചാഴി പുറത്ത് ഉണ്ടാവും, പക്ഷേ നമ്മുടെ എല്ലായിടത്തും പരിസരത്തൊക്കെ മണ്ണ് മാന്തിയിട്ടും അവിടെ മൊത്തത്തിൽ നമുക്ക് പണിയാക്കി തരും. അതുപോലെ ചെടിയോ അടുക്കളത്തോട്ടോ അല്ലെങ്കിൽ വല്ല കിഴങ്ങ് കപ്പയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ വന്ന് തുരത്തി അതിനെ മൊത്തമായിട്ട് നശിപ്പിക്കും. അതുപോലെ ചേന വെച്ചിരിക്കുന്ന അവിടെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വീട്ടിൽ നമ്മുടെ പരിസരത്ത് ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് കുറച്ച് ദിവസം ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് നമ്മൾ ബക്കറ്റിലോ ഒന്നും വെള്ളമൊന്നും വെക്കാതെ ഇരിക്കണം കേട്ടോ. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഓക്കെ ആവും. അപ്പോൾ നമ്മൾ വീട്ടിനകത്താണെന്നുണ്ടെങ്കിലും ഇത് നമ്മൾ വീട്ടിനകത്ത് എലി വരുന്ന ശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കും. ഇപ്പോൾ കടലയാണെന്നുണ്ടെങ്കിലും അത് നല്ലെണ്ണയുടെ ഒക്കെ മണം ഉള്ളത് കൊണ്ട് അതെന്തായാലും ഈ ഒരു മണം കാരണം അത് വന്ന് കഴിക്കും കേട്ടോ. പിന്നെ സിമെൻ്റ് ആയതുകൊണ്ട് നമ്മുടെ വയറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ അതിന് വല്ലാത്ത പരവേശമായിട്ട് വീട്ടിനകത്ത് ഒരിക്കലും അത് ചത്ത് കിടക്കത്തില്ല. അത് പുറത്തേക്ക് പരവേശം കൊണ്ട് ഓടും. പക്ഷെ വെള്ളമൊന്നും നമ്മൾ വെക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എലിയുടെയും പെരിച്ചാഴിയുടെയും ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. ഇത് വളരെ നല്ലൊരു ടിപ്പാണ്. നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ഇപ്പോൾ എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.